സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാത്തതിലുള്ള കൊതിക്കെറിവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ലോക സമാധാനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആകാനുള്ള എളിയ ശ്രമമായിട്ട് പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ സദയം ക്ഷമിക്കണമെന്നാണ് വൈറ്റ് ഹൗസിന്റെയും ട്രംപ് ഫാൻസ് അസോസിയേഷന്റെയും അഭ്യർത്ഥന. പറഞ്ഞു വരുന്നത് ബോർഡ് ഓഫ് പീസിനെ കുറിച്ചാണ്. ലോക സമാധാനത്തിനും യുദ്ധരഹിത സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഐക്യരാഷ്ട്രസഭ നിഷ്പ്രഭമാണെന്ന് ആരോപിച്ച് ട്രംപ് കൊണ്ടുവന്ന ബദൽ കൂട്ടായ്മയാണ് ബോർഡ് ഓഫ് പീസ്. ഡാവോസിൽ നടന്ന അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിനിടയിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തനിക്കനുകൂലമായി ലോകക്രമത്തെ മാറ്റി എഴുതാനാണ് ട്രംപ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ബോർഡ് ഓഫ് പീസ് നിലവിൽ വന്നുവെന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്നൊഴിഞ്ഞാലും ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷ പദവിയിൽ തുടരും. ട്രംപിന്റെ കാലശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മെലാനിയയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ജൂനിയർ ട്രംപോ ആ കസേരയിൽ വന്നേക്കാം. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തലയിടുന്നത് കൊണ്ട് മരുമകൻ ജെറാഡ് കുഷ്ണർ ആ പദവിയിൽ വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബോർഡ് ഓഫ് പീസിൽ അംഗമാകുന്നതിന് 50 രാജ്യങ്ങളെയാണ് ട്രംപ് ക്ഷണിച്ചത്. എന്നാൽ ഇതുവരെ അംഗത്വം എടുത്തത് 19 രാജ്യങ്ങൾ. UAE, ഖത്തർ, സൗദി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, അർജന്റീന, തുർക്കി, ബഹ്റൈൻ തുടങ്ങി അമേരിക്കയുടെ ഔദാര്യം പറ്റുന്നവരോ അമേരിക്കയുമായി സൈനിക സഖ്യമുള്ളവരോ ആയ രാജ്യങ്ങളാണ് അംഗത്വം എടുത്തത്. ഇതിൽ പല രാജ്യങ്ങളും അമേരിക്കയുടെ വിസ നിയന്ത്രണം നേരിടുന്നവയാണെന്നതാണ് രസകരമായ വസ്തുത. അതത് രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക ഭദ്രത മുതലായവ കണക്കിലെടുത്താണ് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബോർഡ് ഓഫ് പീസ് എന്നത് ട്രംപ് ഫാൻസ് കൂട്ടായ്മയായി മാറി. 100 കോടി അമേരിക്കൻ ഡോളറാണ് ബോർഡ് ഓഫ് പീസിന്റെ അംഗത്വ ഫീസ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി സ്ഥിരം സമിതി അംഗങ്ങളായ ചൈന, റഷ്യ, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങൾ ബോർഡ് ഓഫ് പീസിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയും ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടില്ല. ബോർഡ് ഓഫ് പീസ് എന്നത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ അസ്ഥിരപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഈ രാഷ്ട്രങ്ങളുടെ പൊതുനിലപാട്. നാറ്റോയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ വൻശക്തി രാജ്യങ്ങളും ട്രംപിനെതിരാണ്. ഉക്രൈൻ സംഘർഷം, വെനസ്വേല, ഗ്രീൻലാൻഡ് തുടങ്ങിയ വിഷയങ്ങളിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും അമേരിക്കയുമായുള്ള ബന്ധം ശിഥിലമാകുന്നതിന് പിന്നാലെയാണ് ബോർഡ് ഓഫ് പീസ് കല്ലുകടിയാകുന്നത്. വൻശക്തി രാജ്യങ്ങൾ ബോർഡ് ഓഫ് പീസിൽ താൽപര്യം കാണിക്കാതായതോടെ ട്രംപിന്റെ പദ്ധതി തുടക്കത്തിലെ പാളിയെന്ന് പറയാം. പലസ്തീനിലെ ഗസയുടെ പുനർനിർമ്മാണമാണ് ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ അജണ്ട. പിന്നീടത് ആഗോള സംഘർഷ പരിഹാര ഫോറമായിട്ട് പ്രവർത്തിക്കും. ഓരോ അംഗരാജ്യങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന 100 കോടി അമേരിക്കൻ ഡോളർ വീതമുള്ള തുക ഗസയുടെ പുനർനിർമ്മാണത്തിനായി വിനിയോഗിക്കും എന്നുള്ളതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഗസ എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗമാകുമെന്നാണ് റിപ്പോർട്ട്. ഗസ എക്സിക്യൂട്ടീവ് ബോർഡിന് മുകളിൽ വൈറ്റ് ഹൗസുമായി നേരിട്ട് ബന്ധമുള്ള ജനറൽ എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ അംഗത്വം എടുത്തതിൽ വലിയ ചർച്ചകൾ ഉയരുകയാണ്. ഇത്രയും ഭീമമായ തുക അമേരിക്കയ്ക്ക് നൽകാൻ പാകിസ്ഥാന് പ്രാപ്തിയുണ്ടോ എന്നതാണ് ചോദ്യം. വിവിധ രാജ്യങ്ങളിൽ നിന്നെടുത്ത വായ്പയ്ക്ക് പകരം ആയുധങ്ങൾ നൽകി തടിതപ്പാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. ലോക ബാങ്കിൽ നിന്നെടുത്ത ശതകോടികളുടെ വായ്പകളും അത് യഥാസമയം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ലോകബാങ്കിന്റെ കർശന നിബന്ധനകൾ പാലിക്കാൻ നിർബന്ധിതമാകുന്നതും പാകിസ്ഥാനിൽ ഇതിനോടകം കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്രയും തുക പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൈമാറിയോ അതോ ഇതും അമേരിക്ക പാകിസ്ഥാന് നൽകിയ വായ്പയായി കണക്കാക്കുമോ അതോ ട്രംപും ഷഹ്ബാസ് ഷെരീഫും തമ്മിൽ ഇക്കാര്യത്തിൽ ഡീൽ ഉണ്ടാക്കിയോ എന്നും വ്യക്തതയില്ല. സ്ഥിരാംഗത്വം നേടുന്നതിന് 3 വർഷം വരെ കാലാവധി ട്രംപ് നൽകിയിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ തുക കൈമാറിയാൽ മതിയാകും. ബോർഡ് ഓഫ് പീസിൽ അംഗത്വമെടുത്ത പാകിസ്ഥാന്റെ നടപടിക്കെതിരെ പാകിസ്ഥാനുള്ളിലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. സർക്കാരിന്റെ നടപടിയിൽ സുതാര്യതയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്രീക്കെ ഇൻസാഫ് ആരോപിക്കുന്നത്. ഇത്രയും സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സർക്കാർ കൂടിയാലോചന നടത്തേണ്ടിയിരുന്നു. നിത്യച്ചെലവുകൾക്ക് പോലും പാകിസ്ഥാൻ സർക്കാർ വായ്പയെടുക്കുമ്പോൾ എങ്ങനെയാണ് 100 കോടി ഡോളർ എന്ന ഭീമമായ തുക അമേരിക്കയ്ക്ക് നൽകുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഗസയിലേക്ക് നിയോഗിക്കപ്പെടുന്ന അന്താരാഷ്ട്ര സേനയിലും പാകിസ്ഥാൻ അംഗമാകും എന്നുള്ളതാണ് റിപ്പോർട്ട്. 3500 മുതൽ 20,000 പാകിസ്ഥാൻ സൈനികർ ഗസയിലേക്ക് പോകും എന്നുള്ളതാണ് റിപ്പോർട്ട്. ഗസയിൽ ഹമാസ് അനുകൂല മേഖലയ്ക്കും
ഇസ്രായേൽ സേന നിലകൊള്ളുന്ന മേഖലയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തുകയും സംഘർഷം ഒഴിവാക്കുകയും എന്നുള്ളതാണ് സമാധാന സേനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഗസയിൽ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. ഗസ വിഷയത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ ഹമാസിന് പിന്നിൽ അണിനിരക്കുമ്പോൾ പാകിസ്ഥാൻ ഹമാസ് നിരായുധീകരണത്തിനായി പ്രവർത്തിക്കുന്ന സേനയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച പാകിസ്ഥാനിനുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ജിഹാദിനെ തുറന്നു പിന്തുണയ്ക്കുന്നയാളാണ് പാക് സൈനിക മേധാവി അസീം മുനീർ എന്നും ഓർക്കണം. ബോർഡ് ഓഫ് പീസിലേക്ക് 50 രാജ്യങ്ങളെ ക്ഷണിച്ചവയുടെ കൂട്ടത്തിൽ നിന്ന് കാനഡയെ ഒഴിവാക്കിയെന്ന പ്രഖ്യാപനവും ബോർഡ് ഓഫ് പീസിന്റെ പ്രഖ്യാപന വേദി സാക്ഷിയായി. ട്രംപ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയ്ക്കെതിരെ വലിയ ആരോപണമാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദിയിൽ കാനഡിയൻ പ്രധാനമന്ത്രി മൈക്ക് കാർണി ഉന്നയിച്ചത്. അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം അവസാനിച്ചെന്നും വൻശക്തി രാജ്യങ്ങൾ താരിഫിനെ യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മൈക്ക് കാർണി ആരോപിച്ചത്. ഇതിന് പിന്നാലെയാണ് കാനഡയ്ക്കുള്ള ക്ഷണം പിൻവലിച്ചെന്ന് കാട്ടി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടത്. കാനഡ അമേരിക്കയുടെ ഔദാര്യം പറ്റുന്നവരാണെന്നും അടുത്ത തവണ കാർണി പ്രസ്താവന നടത്തുന്നതിന് മുൻപ് ഇത് ഓർക്കണമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ അമേരിക്ക കാരണമല്ല ഞങ്ങൾ നിലനിൽക്കുന്നതെന്നും ഞങ്ങൾ കനേഡിയൻസ് ആണെന്നും കാർണി തിരിച്ചടിച്ചു. ബോർഡ് ഓഫ് പീസിൽ ചേരുന്നതിന് ഇന്ത്യക്കും ക്ഷണമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും ഇന്ത്യ ഒപ്പമുണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന വലിയ താരിഫും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും ബോർഡ് ഓഫ് പീസിൽ ഇന്ത്യ അംഗമാകുന്നതിന് വലിയ സമ്മർദ്ദമായി മാറുന്നുണ്ട്. എന്നാൽ ഗസ സമാധാനത്തിന് ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാര ഫോർമുലയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. അതേസമയം പലസ്തീനെ അംഗീകരിക്കാത്ത നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. റഷ്യയുമായുള്ള ഉറ്റ സൗഹൃദം, കശ്മീർ വിഷയം എന്നിവ ഉള്ളതിനാൽ ബോർഡ് ഓഫ് പീസ് വിഷയത്തിൽ ഇന്ത്യ തന്ത്രപരമായ മൗനം പാലിക്കുന്നുവെന്നും വിലയിരുത്തലുണ്ട്. ബോർഡ് ഓഫ് പീസിന്റെ പ്രവർത്തനം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ പ്രവർത്തനത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണെന്നും ബോർഡ് ഓഫ് പീസുമായി സഹകരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നയപരിപാടികളുടെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കുമെന്നും വൻശക്തി രാജ്യങ്ങളും നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ തന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലല്ലെന്നും തർക്കപരിഹാരങ്ങൾക്ക് സമാന്തരമായ വേദിയൊരുക്കലുമാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഗസയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ പ്രശ്നപരിഹാരത്തിന് പ്രാപ്തമാകുന്നില്ലെന്നും ഭക്ഷണ വിതരണം മാത്രമാണ് നടത്താനായതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പിന്നീട് വിശദീകരിച്ചു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ എല്ലാവർക്കും ബാധകമായ തീരുമാനമെടുക്കാൻ പ്രാപ്തമായ ഏക സംവിധാനം അത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി മാത്രമാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറയുന്നു. ഇക്കാര്യത്തിൽ അംഗരാജ്യങ്ങളെ നിയമപരമായി ബാധ്യതപ്പെടുത്താൻ പര്യാപ്തമായ ഏക സംവിധാനവും അതും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി തന്നെയാണെന്നും UN സെക്രട്ടറി ജനറൽ പറയുന്നുണ്ട്.